പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഭക്തി പി ജോസഫിന്റെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിൽ ചന്ദന തൈകൾ സമർപ്പിച്ചു. ഡോക്ടർ ഭക്തിയുടെ നേതൃത്വത്തിലുള്ള വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്ര ഉത്സവ നാളിൽ ചന്ദന തൈകൾ വിതരണം ചെയ്തത്. അർത്ഥപരാത സസ്യമായ ചന്ദനമാണ് മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പരിസ്ഥിതി പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഭക്തി പി ജോസഫിന്റെ വനവൽക്കരണ പദ്ധതി പ്രകാരം നട്ടുപിടിപ്പിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ്, സെക്രട്ടറി CS പിള്ള, ഡോക്ടർ ഭക്തി പി ജോസഫ് എന്നിവർ പങ്കെടുത്തു. മറ്റു സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് പോഷണങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന ചന്ദനമരമാണ് ക്ഷേത്ര സന്നിധിയിൽ നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദനം നട്ടുവളർത്തുമ്പോൾ അതിന് അനുയോജ്യമായ സസ്യങ്ങൾ കൂടി നട്ടുവളർത്തുകയാണ് പതിവ്. ആരംഭഘട്ടത്തിൽ പൊന്നാങ്കണ്ണി ചീര, തൊട്ടാവാടി, തുവര പോലുള്ളവയാണ് ചന്ദനത്തോടൊപ്പം നടുന്നത്. ഒരു വർഷം പിന്നിടുമ്പോൾ ശീമക്കൊന്ന, നെല്ലി, പേര, ഇല്ലി, കണിക്കൊന്ന തുടങ്ങിയവയൊക്കെ പരിസരത്ത് നട്ടുപിടിപ്പിച്ചാണ് ഡോക്ടർ ഭക്തി പി ജോസഫ് തേക്ക് സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നാട്ടിൻ പ്രദേശങ്ങളിൽ ചന്ദനമരം നട്ട് പരിപാലിക്കാൻ നേതൃത്വം നൽകി വരുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ഭക്തി. ഇദ്ദേഹത്തിന്റെ ഈ പ്രയത്നം മൂലം ആയിരക്കണക്കിന് ചന്ദനമരമാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു വരുന്നത്. മാത്രമല്ല, റബ്ബർ തോട്ടങ്ങൾ വെട്ടിമാറ്റി ചന്ദനം കൃഷി ചെയ്യുന്നവരും നമ്മുടെ നാട്ടിൽ ഉണ്ട്. ചന്ദനമരങ്ങൾ വ്യാപകമാകുന്നതിന്റെ ഭാഗമായി ഡോക്ടർ ഭക്തി പി ജോസഫ് ചന്ദന തൈകൾ വ്യാപകമായി വിതരണം ചെയ്തു വരുന്നുണ്ട്.